ക്യാപ്റ്റൻ ലീഡിംഗ് ഫ്രം ഫ്രണ്ട് എന്ന വിശേഷണത്തിന് സമകാലിക ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയോളം പോകുന്നൊരു ഉദാഹരണം വേറെയുണ്ടോ? സംശയമാണ്. 7 മാസങ്ങൾക്ക് മുൻപ് അഹമ്മദാബാദിൽ തലകുനിച്ച് വിതുമ്പി നിന്ന രോഹിത് ശർമ്മ ഇന്ന് എത്തി നിൽക്കുന്നത് കപിൽ ദേവ്, മഹേന്ദ്ര സിംഗ് ധോണി എന്നീ ഇതിഹാസ നായകന്മാരുടെ പേരിനൊപ്പമാണ്. പ്രഥമ T20 ലോകകപ്പിൽ കിരീടം നേടിയ ശേഷം 17 വർഷമാണ് മറ്റൊരു T20 ലോകകപ്പ് വിജയത്തിനായി ഇന്ത്യ കാത്തിരുന്നത്. അന്ന് ടീമിൽ ഇളമുറക്കാരനായിരുന്ന രോഹിത് ഗുരുനാഥ് ശർമ്മയാണ് 11 വർഷത്തെ ഇന്ത്യയുടെ കിരീടദാഹത്തിന് ഇന്ന് അറുതി വരുത്തിയിരിക്കുന്നത്. ഓപ്പണറായി ക്രീസിലെത്തുന്ന രോഹിത് എപ്പോഴും ടീമിൻ്റെ പ്ലാനുകൾ കൃത്യമായി നടപ്പിലാക്കാനുള്ള തിടുക്കത്തിലായിരിക്കും. ഇതിനിടയിൽ വ്യക്തിഗത നേട്ടങ്ങളെപ്പറ്റിയൊന്നും അയാൾ ചിന്തിക്കുക പോലുമില്ല. സ്കോർ ബോർഡ് ഏറ്റവും വേഗത്തിൽ ചലിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ മുന്നിലുണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ ഏകദിന ലോകകപ്പ് മുതൽ അയാൾ ഈ ശൈലിയിലാണ് ബാറ്റ് വീശുന്നത്. തൻ്റെ ശൈലിയിലൂടെ രോഹിത് സ്വയം ഒരു ഉദാഹരണമായി മാറുകയായിരുന്നു. എങ്ങനെ കളിക്കണമെന്ന് സഹകളിക്കാരോട് രോഹിത് പറഞ്ഞത് തൻ്റെ പ്രകടനത്തിലൂടെയാണ്. T20 ലോകകപ്പിൻ്റെ ഈ പതിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്തത് രോഹിത്താണ്. ടൂർണമെൻറ്റിലെ ലീഡിംഗ് റൺ സ്കോറർമാരിൽ രണ്ടാമനായും രോഹിത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ടൂർണമെൻറ്റിലെ സൂപ്പർ 8-ൽ ഓസ്ട്രേലിയക്കെതിരെ രോഹിത് ശർമ്മ പുറത്തെടുത്ത പ്രകടനം അസാധ്യമെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. ഓസീസിനെ അക്ഷരാർത്ഥത്തിൽ തല്ലിക്കൊല്ലുകയായിരുന്നു രോഹിത്. ഒരു T20 ഓപ്പണറിൽ നിന്ന് എന്തായിരുന്നോ വേണ്ടിയിരുന്നത് അത് തന്നെ അയാളൊന്ന് പുറത്തെടുത്തു. പുള്ളുകളും ലോഫ്റ്റഡ് ഷോട്ടുകളും ഒക്കെയായി രോഹിത് കളഞ്ഞിറങ്ങു. മിച്ചൽ സ്റ്റാർക്കിൻ്റെ ഒറ്റ ഓവറിൽ 29 റൺസായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ അടിച്ചുകൂട്ടിയത്. 41 പന്തിൽ 92 റൺസ് നേടിയ രോഹിത്തിൻ്റെ ഇന്നിങ്സാണ് ഓസീസിനെ നാട്ടിലേക്ക് മടക്കിയത്. 2023 ഏകദിന ലോകകപ്പിലെ തോൽവിക്ക് ക്യാപ്റ്റനിൽ നിന്ന് തന്നെ ഒരു മധുര പ്രതികാരം. തൻ്റെ സഹതാരങ്ങളെ ബോയ്സ് എന്ന് വിളിച്ച് ടീമിനെ നയിക്കുന്ന രോഹിത്തിൻ്റെ നേതൃപാടവും പ്രശംസനീയമാണ്. 2 സ്പെഷ്യൽ സ്പിന്നർമാർ ഉണ്ടായിട്ടും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ അക്ഷർ പട്ടേലിന് ആദ്യ 11 ഇടം നൽകിയ തീരുമാനം ശരിയായിരുന്നു. ഈ ലോകകപ്പോടെ ഗോഡ് പരിവേഷത്തിലെത്തി നിൽക്കുന്ന ജസ്പ്രീത് ബുംറ എന്ന തൻ്റെ വജ്രായുധത്തെ അയാൾ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തു. തൻ്റെ സഹതാരങ്ങളെ അഭിനന്ദിക്കേണ്ട സമയത്ത് അഭിനന്ദിക്കാനും ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടാനും അയാൾ മറന്നില്ല. വെൽവെറ്റ് ഗ്ലൗസിൽ ഒളിപ്പിച്ച ഇരുമ്പ് മുഷ്ടി എന്നാണ് മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ നാസർ ഹുസൈൻ രോഹിത് ശർമ്മയെ വിശേഷിപ്പിച്ചത്. ക്യാപ്റ്റനായി അയാൾ നേടുന്ന ഓരോ സിക്സറുകൾക്കും അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ബാറ്റ് ചെയ്യുന്ന സമയത്തും ഫീൽഡ് ചെയ്യുന്ന സമയത്തും ടീമിൻ്റെ നായകനായി തന്നെ അയാൾ പെരുമാറി. നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിഗത നേട്ടങ്ങൾ രോഹിത്തിനെ മോഹിപ്പിച്ചതേയില്ല. കിരീടമെന്ന ദൗത്യം മാത്രമേ രോഹിത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അയാൾ അത് സഫലീകരിക്കുകയും ചെയ്തു. ശേഷം പുതുയോഗത്തിന് തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി T20 ഫോർമാറ്റിൽ നിന്ന് വഴിമാറിക്കൊടുക്കുകയും തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ വിരാട് കോഹ്ലി പറഞ്ഞതുപോലെ മറ്റാരെക്കാളും രോഹിത് ഈ ലോകകപ്പ് അർഹിക്കുന്നുണ്ട്. അയാൾ അത്രയധികം അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ